വാലൈക്കും അസ്സലാം. ഹബീബേ, അങ്ങനെ ആ സ്ഥലം എന്റെയിലായിടൂ. ആ പരുന്തിനിട്ടൊരു പണി കൊടുക്കേണ്ടി വന്നു. പിന്നെ എന്റെ കെയർ ഓഫിലാ എന്റെ കുറെ കാശും വാങ്ങി മുങ്ങിയത്. മൊഞ്ചത്തി ടെക്സ്റ്റൈൽ സുലൈമാനാജി. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പൊടച്ച റബ്ബാണേന ആലമ്പാക്ക് കേട്ടറാ. ആ പിന്നെ ഞാൻ ജയിച്ചോ? തോറ്റില്ല. തോൽക്കരുത്. നീ തോറ്റ മത്സരിക്കാൻ ആളില്ലാതാവും എനിക്ക്. എന്നെ തല്ലാനോ കൊല്ലാനോ നീ കുറെ ചെക്കന്മാരെ പറഞ്ഞയച്ചു. ഞങ്ങൾ തമ്മിലൊന്ന് തട്ടിമുട്ടി പിരിഞ്ഞു. എന്നെ തീർക്കാനേ ആ ചെക്കന്മാര്. ഇത് അങ്ങനെ എളുപ്പത്തിൽ തീരുന്ന കഥയെല്ലാം നിനക്ക് അറിഞ്ഞൂടെ അസീസേ? ഗർഭത്തിലിരിക്കുമ്പോ കുത്തിക്കലക്ക് കളയാൻ നോക്കിയതാ എന്റെ തള്ള. നടന്നില്ല. മൂത്തുപോയിരുന്നു ഇത്രയന്ന്. എന്ന് വെച്ചാൽ ആദ്യം കൊല്ലാൻ നോക്കിയതിന്റെ തള്ളയാണെന്ന്. പിന്നെ പലരും പല വിധത്തിൽ. ഇപ്പൊ നീയും. ഈ കഥയിൽ നീയൊരു നായകൻ, ഞാനൊരു വില്ലൻ. ഞാനൊരു നായകൻ, നീയൊരു വില്ലൻ. അങ്ങനെയൊന്നും ഇല്ലാട്ടോ. നമ്മള് രണ്ടാളും വില്ലന്മാരാ. ലോകത്തൊരു കഥയിലും വില്ലന്മാര് ജയിച്ചിട്ടില്ല. വില്ലന്മാര് ജയിച്ച ചരിത്രമില്ല. ഇതാണ് ഭൂമി. ഈ ഭൂമിയിൽ തന്നെയാണ് നീയും ഞാനും തീരാനുള്ളത്. ഇതാണ് ഇന്ത്യ. ഇത് കേരളം. ഇവിടെ എവിടെയാണ് കോഴിക്കോട്. ഈ കോഴിക്കോട്ട് നമ്മൾ രണ്ടാളും കുറെ കാലം വേണം. എന്നിട്ട് മാനാഞ്ചിറയും മുതലക്കുളവും സ്റ്റേഡിയം ഗ്രൗണ്ടും റെയിൽവേ സ്റ്റേഷനും കല്ലായിപ്പുഴയും കുറ്റിച്ചിറയും ഒക്കെ നമ്മൾ രണ്ടാളും കൂടെ വാങ്ങി വിറ്റും കളിക്കണം. അക്കളി നാട്ടുകാരെല്ലാരും കണ്ടു നിൽക്കണം. നമ്മൾ തമ്മിൽ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. കാണണം. അസീസ് ആയാലും താനായാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഞങ്ങളുടെ ഡെപ്പോസിറ്റ് സേഫ് ആയിരിക്കണം, നല്ല ഇൻട്രസ്റ്റും കിട്ടണം. MLA ആയ ഞാനും പോലീസ് ഓഫീസറായ JJ ഒക്കെ ഈ വക ഏർപ്പാട് നിൽക്കുന്നത് തന്നെ നന്നാക്കാൻ വേണ്ടിട്ടല്ലോ. ഞങ്ങൾ നന്നാകുന്ന കൂട്ടത്തിൽ താനും അങ്ങ് നന്നായിക്കോ. എന്തേ, അങ്ങനല്ലേ? അതെ അതെ. വാഴ നനയുന്ന കൂട്ടത്തിൽ ചീരയ്ക്ക് ഒരു ഇത്തിരി നനവും. ഞാൻ ഇക്കാലം അത്രയും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ എന്താ പുതുതായിട്ട്? അക്കാര്യം പറയാനാ തന്നെ വിളിപ്പിച്ചത്. അസീസ് വിളിച്ചിരുന്നു. അവന്റെ ഒരാളായിട്ടാണ് കുമാരൻ വന്നിരിക്കുന്നത്. കുറുക്കേട്ടന് ഇപ്പൊ അസീസിന്റെ വലം കൈയാണെന്ന് ഞാനും അറിഞ്ഞു. എനിക്കൊരു പേരുണ്ട്. അത് കുറുക്കന്നല്ല, കുമാരൻ. പുരുഷോത്തമെന്ന് പേരുള്ള എന്നെ നാട്ടുകാർ പരുന്ന് വിളിക്കണ്ടല്ലോ. പേരെടുക്കാന്ന് വെച്ചാൽ പ്രസിദ്ധനാകാന്നാ. അതാർക്കാ ഇഷ്ടമല്ലാത്തത്? എനിക്കിഷ്ട. നിങ്ങൾ കുറുക്കനും പരുന്ന് കളിക്കാതെ കാര്യത്തിലേക്ക് വാ. നീ ഇപ്പം ഇവരെ പോലെ പുറത്തറിയാൻ പാടില്ലാത്ത VIPs ആയ ഡിപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നത് 3% ഇൻട്രസ്റ്റ് ആണല്ലോ. അസീസ് അത് 4 വെച്ച് കൊടുക്കാന്ന്. എന്തേ? നിങ്ങളാണോ സത്യം? ഇക്കാര്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാനിരുന്നതാ. കുറുക്കേട്ടൻ പറഞ്ഞ 4 അല്ല 4.5 വെച്ച് നിങ്ങൾക്ക് തരണമെന്ന്. ബ്ലേഡ് ഭൂമി കൊട്ടേഷൻ മാഫിയകളെയൊക്കെ സർക്കാർ അതിശക്തമായിട്ട് നോട്ടയിട്ടിട്ടുണ്ട്. ഈ സർക്കാർ എന്ന് പറയുന്നത് ഇതുപോലുള്ള MLA-മാര് സാറന്മാരും അതിന്റെ മുകളിലുള്ള മാന്ത്രികന്മാര് സാറന്മാരും അതിന്റെ മുകളിലുള്ള മുഖ്യമാന്ത്രികൻ സാറും ഒക്കെ അല്ലേ? സാറ് ധൈര്യമായിട്ടൊരു സാറേ. അതല്ല, ഒരുവിധപ്പെട്ട ബ്ലേഡൊക്കെ ഒടുവിൽ ഒരു പൊട്ട് പൊട്ടാറുണ്ട്. നിന്നെ പോലുള്ള വേന്ദ്രന്മാര് മുങ്ങിയിട്ടുമുണ്ട്. വല്ലതും പറ്റിയ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കൈക്കൂലി വാങ്ങിയും പിടിച്ചു പറിച്ചു ഉണ്ടാക്കിയ കാശ. എന്റെ ജീവൻ പോയാലും നിങ്ങളുടെയൊക്കെ പുണ്യപ്പെട്ട ഒറ്റ പൈസ പോവില്ല. മതിയല്ലോ, ഇനി ഞാൻ പോട്ടെ. അപ്പൊ 4.5. 3 വട്ടം ഉറപ്പിച്ചു. ഒരു MLA നിരപ്പനും CI കോപ്പനും കൂടെ ഒരു മഹാകള്ളം കുറുക്കനും 4.5 വലത്തണത്രേ. നിന്റെയൊക്കെ അമ്മായിയമ്മനെ 1.5 ഉടുപ്പിക്കടാ ഞാൻ. 97, 98, 99. ആര് പറഞ്ഞിട്ടടാ വൃത്തിയേട്ടവനെ നീ നിർത്തിയത്? ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയെന്ന് പുരുഷണ്ണനോട് കരഞ്ഞു. മാപ്പും തന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ അല്ലറ ചില്ലറ ബ്ലൈഡ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 തോക്കും വാങ്ങി ഒരു വീടും വാടകയ്ക്കെടുത്ത് സാമിയായി ജീവിക്കണം. അതെന്റെ ഈ അളിഞ്ഞ മോന്തയും വെച്ച് ഫിറ്റ് ആവണമെന്നില്ല. എടാ, ഉണ്ണുന്ന ചോറിന് നന്ദിയില്ലാത്തവനെ നീ ബാറിൽ പോയാലും ഫിറ്റ് ആവൂല. നിനക്കറിയോ, പണ്ട് ഞാൻ പാളയത്ത് തട്ടുകട നടത്തിയിരുന്ന കാലത്ത് ഒരു 4,000 ഉറുപ്പ്യ പുരുഷനോട് ഞാൻ പലിശയ്ക്ക് വാങ്ങി. മുതലും പലിശയും മുടങ്ങി സംഖ്യ മേൽക്കൂടിയപ്പോ ഒരു ദിവസം പടക്കം പൊട്ടിച്ചൊരു വരവ് വന്നു. തട്ടുകട ചവിട്ടിക്കൂട്ടി അവിടെ ഇട്ട്, എന്നെ ചുരുട്ടിക്കൂട്ടി ഇവിടെ ഇട്ട്. അന്ന് മുതൽ ഞാൻ പുരുഷന്റെ ജപ്തി മുതലാ. ആദ്യമൊക്കെ ഒരു വെറുപ്പും വിരോധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി. എടാ, വീടും കുടുംബവും ഇല്ലാത്ത എന്നെ തീറ്റിപ്പോറ്റുന്നില്ലേ? അതിനുള്ള നന്ദി എനിക്കുണ്ട്. നിനക്കില്ലാത്തോ? അതാണ് നന്ദി.
അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? നന്ദി. അല്ല 99. ആ പണി നടക്കട്ടെ. 102, 103, 104, 105, 106. ഇപ്പൊ എന്തിനാ ഇത് കുഞ്ഞച്ചാ? എന്തിനാണെന്നാ? ചോറ് ഇവിടെയും കൂറ് അസീസിന്റെ കൂടെയാണ്. നന്ദി കെട്ട ഇവനൊന്നും വീട്ടിൽ കയറ്റരുത് പുരുഷു. ഓ, അതിന് 10 കാശ് കയ്യിൽ കിട്ടുമെന്ന് കണ്ട എല്ലാരും അങ്ങനെ തന്നെ. കുഞ്ഞച്ചനായാലും ശരി, ഈ പറയുന്ന ഞാനായാലും ശരി. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ വേണ്ട, ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട, ആരെയും സ്നേഹിക്കാനും നിൽക്കണ്ട. കഴിഞ്ഞല്ലോ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ നേരം ശരിയല്ല, ഒക്കെ ഒന്ന് ശരിയാക്കണം. ആ ജോൽസിന് ഉണ്ണികൃഷ്ണൻ പഠിക്കുന്നോട് നിങ്ങോട്ട് വരാൻ പറയും. എന്തേ? ആയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പഠിക്കാരൻ വന്നോട്ടെ. ആ, അമ്മേ ദേവി രക്ഷിക്കണേ. ഓം പഞ്ചവിശാചിനിയെ സ്വാഗ അശുഭ. ജ്ഞാനാംബികേ ദേവി ശ്രീ നരസിംഹം. പണിക്കരെ എന്തെങ്കിലും ഒന്ന് പറയും. എനിക്ക് ശ്വാസം മുട്ടിട്ട് വയ്യ. മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, സർവ്വതും മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? പണിക്കര്. അല്ല, പണിക്കരൊന്നും പറയാത്തത് കൊണ്ട് പുരുഷന് മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതാ. ആരാ പണിക്കരെ എന്നിട്ട് മുട്ടിച്ചോണ്ടിരിക്കുന്നത്? ഒരാളല്ല, അതിൽ പ്രബലരുണ്ട്, ദുർബലരുണ്ട്, അധമരുണ്ട്, ഉന്നതരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, അന്യദേശക്കാരുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഈ പണിമുട്ടിക്കാൻ വേണ്ടി നാടൊട്ടക്ക് പണിയെടുത്തോണ്ടിരിക്കുക ഇല്ല പണിക്കാരാ? ചിലരൊക്കെ നമ്മുടെ ഈ കൺവട്ടത്ത് തന്നെ ചുറ്റിപ്പറ്റി നിപ്പുണ്ട്, ഉളുപ്പില്ലാതെ. കാവടി എടുത്തിട്ടിപ്പോ 3-4 കൊല്ലത്തിലധികം കാണുമല്ലേ കുഞ്ചാ? എന്താ സംഗതി? ഈ കാവടി കാവടി ഓ മനസ്സിലായി, മറ്റേ ഡാൻസ്. അത് ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അടിപിടി, ഞെട്ടിക്കലി, കല്യാണം, ചോറൂണ്, ഇതൊക്കെ മുടക്കലി, തട്ടിക്കൊണ്ടുപോക്ക്, ജപ്തി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഈ ഡാൻസ് ഉണ്ടായിട്ടില്ല. അത് ഡാൻസ് അല്ല കുഞ്ഞച്ചാ, ഒരുതരം ആരാധനയാണ്. ഈശ്വരപ്രീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ആ മനസ്സിലായി, അത് ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാവടി മാത്രം പോരാ, ശൂലം തറയ്ക്കണം. ശൂലം എനിക്ക് ഇരുമ്പിന്റെ അലർജി ഉണ്ട്. ഇരുമ്പ് തൊട്ട പ്രശ്ന. അതൊന്നും കുഴപ്പമില്ല, 2-3 കത്തിക്കുത്ത് കഴിഞ്ഞല്ലേ. അതുടനെ ഡോക്ടറെ കാണും, മരുന്ന് വെക്കും. ഇത് അങ്ങനെയല്ലല്ലോ, പഴനിമല വരെ പോണ്ടേ. അലർജി ആവും ഉറപ്പാ. അശുഭാകൃഷ്ണിയെ സ്വാ. അമ്മേ. ആ, അങ്ങനത്തെ ശരീരത്തിൽ തറയ്ക്കേണ്ടതില്ലെന്ന് ശാസ്ത്രം. പക്ഷേ രക്തബന്ധത്തിൽ നിങ്ങളുടെ ഉന്നതി കാക്ഷിക്കുന്ന ഒരാൾ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ പണിക്കരെ? തന്ത ആരെന്നറിയാത്ത, തള്ള എവിടെയാണെന്നറിയാത്ത എനിക്ക് എവിടുന്ന രക്തബന്ധം? അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ വരരുത്, അഭിവൃദ്ധി ഉണ്ടാകണം എന്നാഗ്രഹിച്ച് കൂടെ കഴിയുന്ന ആരായാലും മതി എന്നുമുണ്ട് ശാസ്ത്രം. അയാളുടെ ജാതി, മതം. ദൈവത്തിനെവിടെ ജാതിയും മതവും? അപ്പൊ കുഞ്ഞച്ചൻ തന്നെ പറഞ്ഞു കേട്ട ശാസ്ത്രപ്രകാരം അത് തന്നെ ശാസ്ത്രം. അല്ല, അതിപ്പോ കുഞ്ഞച്ചൻ പഴനിക്ക് പുറപ്പെട്ട എന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതുകൊണ്ട് പഴനിപ്പോക്ക് മാറ്റിവെച്ച് ഈ പൂജാതി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കില്ല. പഴനിക്ക് പോയി കാവടി എടുത്താലേ രക്ഷയുള്ളൂ. അരുത്, കറൻസി ഞാൻ കൈകൊണ്ട് തൊടില്ല, ഈ തളികയിലേക്കാവാം. ഒരുമിച്ച് തന്നെ അല്പശിക്ഷയും കൂടെ കൊടുക്കുക, ജീവനെങ്കിലും കിടക്കും. എനിക്ക് മനസ്സില്ല, എല്ലാ കാലക്കേടും ഇതോടെ തീരും. വരിക. പരമ കഷ്ടം. നിന്നെ കാലം കൊണ്ടുപോകാൻ നോക്കട തടി. ആ പണിക്കര ഇയാളുടെ കാലക്കേട്. കാശ് പിടുങ്ങാൻ ഒരു പണിക്കരും, അയാള് പറയുന്ന പൊട്ടത്തരം കെട്ടി ചാടാൻ ഇയാളൊരു ഭൂലോക പൊട്ടനും. ഫോമിലാണല്ലോ. കണ്ണു നിറയുന്നു. കൊളാക്കോ കാര്യങ്ങള്. ഹേയ്, എന്റെ മോൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കണ്ടപ്പോ അത് കാണാൻ നിന്റെ അമ്മ നിന്നില്ലല്ലോ എന്നൊരു സങ്കടം. സാരമില്ല, കാണണ്ടാവും, ഏതോ സ്വർഗത്തിൽ നിന്ന് കാണണ്ടാവും.
എന്റെ തന്തപ്പടിക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താ? അതെ, പുന്നാരം മോള് ഇത്രയ്ക്ക് അണിഞ്ഞൊരുങ്ങിയതേ വെറുതെ ഒന്നും അല്ല. വരുന്നുണ്ട് ചേച്ചിയുടെ രാജകുമാരൻ. ഈ സൗന്ദര്യം കണ്ടൊന്ന് കിടുങ്ങട്ടെ വിനീത് ഭായ്. अरे मेरे प्यारे बेटे ആയ് ആയ്. ഹേമന്തെങ്കിൽ കുറച്ച് ഓവറാണല്ലേ? എന്റെ രാഖി മോളുടെ ബർത്ത്ഡേ അല്ലേ, ഇന്ന് ഓവറായില്ലെങ്കിൽ പിന്നെ എന്ന് ഓവറാകാനാണ്? കണ്ടാ തോന്നുമല്ലോ. കാണുന്നതിന് മുന്നേ തോന്നും. Many happy returns of the day. Thanks.